ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്ക് മെത്തേഡ്സ് ഓഫ് പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് ബൈ യൂസിങ് കപ്പാസിറ്റർ. പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് അതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ, കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നോക്കിക്കോളൂ. The electrical energy is almost exclusively generated, transmitted and distributed in the form of alternating current. നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി 11 kV ജനറേറ്റ് ചെയ്ത് ബൈ യൂസിങ് കേബിൾസ് ആൻഡ് കണ്ടക്ടേഴ്സ് ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ കൺസ്യൂമേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ലോഡ്സ് എടുത്താലും എന്താ, ഫോർ എക്സാമ്പിൾ ഇൻഡക്ഷൻ മോട്ടേഴ്സ്, ആർക്ക് ലാംപ്സ് അതൊക്കെ എടുത്താലും മോസ്റ്റ് ഓഫ് ദ ലോഡ്സും ഇൻഡക്റ്റീവ് നേച്ചറിലായിരിക്കും. ഇപ്പോൾ ഇൻഡക്റ്റീവ് നേച്ചർ ആണെങ്കിൽ, ഇപ്പോൾ ഇൻഡക്ടർ ആണെങ്കിൽ അവിടെ പവർ ഫാക്ടർ എന്തോ ആയിരിക്കും, പവർ ഫാക്ടർ ലോ ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും. നമുക്കറിയാം പവർ ഫാക്ടർ എന്താണ്, കോസ് ഫൈ. പവർ ഫാക്ടറിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്താ പറയുക, ദ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അതായത് എന്താ, പവർ ഫാക്ടർ എന്താ, വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഫേസ് ആംഗിളിൻ്റെ കൊസൈൻ. അതല്ലേ ഈ പവർ ഫാക്ടർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇപ്പം പവർ ഫാക്ടർ കുറഞ്ഞാൽ ഭയങ്കര ഒരുപാട് ലോസസ് ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പം ലോ പവർ ഫാക്ടർ ആണെങ്കിൽ അത് കാരണം കറണ്ട് കൂടും, കറണ്ട് കൂടിയാൽ അവിടെ കുറച്ച് ലോസസ് ഒക്കെ വരും. ഇപ്പം ഇൻ ദ കേസ് ഓഫ് ആക്റ്റീവ് പവർ ഇക്വേഷൻ എന്താ, വി ഐ കോസ് ഫൈ. കോസ് ഫൈ അല്ലേ, വി ഐ കോസ് ഫൈയിലെ പവർ ഫാക്ടർ എന്താ, കോസ് ഫൈ. അവിടെ പവർ ഫാക്ടർ അതായത് കോസ് ഫൈ കുറഞ്ഞിരുന്നാൽ വോൾട്ടേജ് എന്താ, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ കറണ്ട് കൂടുമ്പോഴത്തേക്ക് ലോസസ് ഒക്കെ വരും. ഇതുകൊണ്ട് തന്നെ നമ്മൾ പവർ ഫാക്ടർ എപ്പോഴും നമ്മളൊരു യൂണിറ്റി പവർ ഫാക്ടറിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മോസ്റ്റ് ഓഫ് ദി ലോഡ്സ് ഇൻഡക്റ്റീവ് ലോഡ്സ് ആയിരിക്കും. ഇൻഡക്റ്റീവ് ലോഡ്സിൽ പവർ ഫാക്ടർ ഭയങ്കര ലോ ആയിരിക്കും. ഈ പവർ ഫാക്ടറിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണ്ടേ? എങ്ങനെയാണ് നമ്മൾ പവർ ഫാക്ടറിനെ ഇമ്പ്രൂവ് ചെയ്യുന്നത്? പവർ ഫാക്ടറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡിങ് പവർ യൂട്ടിലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ, ലീഡിങ് കറണ്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഡിവൈസിനെ നമ്മൾ ലോഡിന് പാരലായിട്ട് കണക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു ഡിവൈസാണ് നമ്മുടെ കപ്പാസിറ്റർ. ഓക്കെ, ഈ കപ്പാസിറ്റർ എന്താ, നമ്മുടെ ലോഡ് കറണ്ടിൻ്റെ ലാഗിങ് റിയാക്റ്റീവ് കമ്പോണൻറ്റിനെ ഇപ്പം കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ചെയ്തില്ലെങ്കിലും പാർഷ്യലി എങ്കിലും ന്യൂട്രലൈസ് ചെയ്യും. അതുവഴി നമുക്ക് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഇൻഡക്റ്റീവ് ലോഡാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത്, ഇവിടുത്തെ വോൾട്ടേജ് വി, ഇവിടുത്തെ കറണ്ട് ഐ. കണ്ടില്ലേ? ഈ വോൾട്ടേജും ഈ കറണ്ടും തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ φ1 ആണ്. φ1, അതായത് ഈ വോൾട്ടേജും ഈ കറണ്ടും തമ്മിലുള്ള ആംഗിളാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്ന φ1. അപ്പോൾ ഇവിടുത്തെ പവർ ഫാക്ടർ എന്തുവാണ്, കോസ് ഫൈ. ഓക്കെ, അതായത് എഴുതിയത് കൺസിഡർ ഇൻഡക്റ്റീവ് ലോഡ് ടേക്കിംഗ് എ ലാഗിങ് കറണ്ട് ആയി അറ്റ് എ പവർ ഫാക്ടർ കോസ് φ1. ഈ പവർ ഫാക്ടറിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യണ്ടേ? ഫോർ എക്സാമ്പിൾ ഇപ്പം കോസ് φ1നെ നമുക്ക് ഇംപ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ലോഡ്. പവർ ഫാക്ടറിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഡിനെ പാരലായിട്ട് നമ്മളൊരു കപ്പാസിറ്റർ കൊണ്ട് പ്ലേസ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പവർ ഫാക്ടറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലീഡിങ് കറണ്ടൊക്കെ അല്ലെങ്കിൽ ലീഡിങ് പവറൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഡിവൈസിനെ നമുക്ക് ലോഡിനെ പാരലായിട്ട് കൊണ്ടുവെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോസ് φ1 എന്ന പവർ ഫാക്ടറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഡിനെ പാരലായിട്ട് ഞാനൊരു കപ്പാസിറ്റർ കൊണ്ട് പ്ലേസ് ചെയ്തു. ഓക്കെ, ഈ ലോഡിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലോഡിൽ കൂടി വരുന്ന കറണ്ട് ഐ ആണ്, കപ്പാസിറ്ററിൽ കൂടെ പോകുന്ന കറണ്ട് ഐ സി ആണ്. ഓക്കെ, നമുക്ക് നമ്മുടെ പവർ ഫാക്ടർ യൂണിറ്റിലേക്ക് എത്തിക്കണ്ടേ? സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കപ്പാസിറ്റർ കറണ്ട് വോൾട്ടേജിനെ എത്ര 90 ഡിഗ്രി ലീഡ് ചെയ്ത് വരയ്ക്കും. ഓക്കെ, അപ്പം നമ്മുടെ കപ്പാസിറ്റർ കറണ്ട് നമ്മുടെ വോൾട്ടേജിനെ 90 ഡിഗ്രി ലീഡ് ചെയ്ത് വരയ്ക്കും. അപ്പം നമ്മുടെ ഫേസ് ആംഗിൾ φ1ൽ നിന്ന് φ2ലേക്ക് റെഡ്യൂസ് ചെയ്യും. കണ്ടോ, ഈ φ1ൽ നിന്ന് φ2ലേക്ക് റെഡ്യൂസ് ചെയ്യും. ഓക്കെ,
ഈ ഐ ഡാഷ് കണ്ടോ, ഐ ഡാഷ് ആണ് നമ്മുടെ റിസൾട്ടൻറ്റ് കറണ്ട്. ഈ ഐ ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഡ് കറണ്ട് ഐയുടെയും നമ്മുടെ കപ്പാസിറ്റർ കറണ്ട് ഐ സിയുടെയും കൂടെ ഫേസസ് സമ്മാനിക്കും. ഓക്കെ, ദെൻ ഈ ഐ ഡാഷും വോൾട്ടേജും തമ്മിലുള്ള ആംഗിളാണ് φ2. ഓക്കെ, ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ റിസൾട്ടന്റ് സർക്യൂട്ട് കറന്റ് ബിക്കംസ് ഐ ഡാഷ് ആൻഡ് ഇറ്റ്സ് ആംഗിൾ ഓഫ് ലാഗ് ഈസ് φ2. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് φ2 ഈസ് ലെസ് ദാൻ φ1 ആണ്. ദെയർഫോർ cos φ2 ഈസ് ഗ്രേറ്റർ ദാൻ cos φ1. അതായത് φ2 അല്ലേ ലെസ് ദാൻ φ1. നമുക്ക് ഈ ഫിഗറിൽ നോക്കുമ്പോൾ മനസ്സിലാവും φ2 ആണ് φ1-നെക്കാട്ടി ലെസ് എന്ന്. ദെയർഫോർ എന്താ, cos φ2 ഈസ് ഗ്രേറ്റർ ദാൻ cos φ1. അങ്ങനെ പവർ ഫാക്ടർ cos φ2 cos φ1-നെക്കാട്ടി ഗ്രേറ്റർ ആകുമ്പോഴത്തേക്ക് പവർ ഫാക്ടർ ഇവിടെ ഇംപ്രൂവ് ചെയ്തില്ലേ. ഇനി ഇവിടെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ദ സർക്യൂട്ട് കറന്റ് ഐ ഡാഷ് ആഫ്റ്റർ പവർ ഫാക്ടർ കറക്ഷൻ ഈസ് ലെസ് ദാൻ ദ ഒറിജിനൽ സർക്യൂട്ട് കറന്റ് ഐ എ. പവർ ഫാക്ടർ കറക്ഷന് ശേഷമുള്ള സർക്യൂട്ട് കറന്റ് ഐ ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ സർക്യൂട്ട് കറന്റ് ഐനെക്കാട്ടി ലെസ് ആണെന്ന് നമുക്ക് ആ ഫിഗറിൽ നോക്കാൻ പറ്റും. ഐ ഡാഷ് ഈസ് ലെസ് ദാൻ ഐ എന്ന്. ഐ ഡാഷ് അല്ലേ ഇവിടെ ലെസ്, ഇത് ഇത്രയും ഐ ഡാഷ്, ഇത് ഇത്രയും ഐ. അപ്പം ഐ ഡാഷ് ഈസ് ലെസ് ദാൻ ഐ നമുക്ക് മനസ്സിലാവുന്നത്. Then the active or the wattful component remains the same before and after power factor correction because only the lagging reactive component is reduced by the capacitor. I cos φ1 is equal to I dash cos φ2. അതായത് പവർ ഫാക്ടർ കറക്ഷന് മുമ്പും ശേഷവുമുള്ള ആക്റ്റീവ് കമ്പോണൻറ്റ് സെയിം ആണ്. I cos φ1 is equal to I dash cos φ2 തന്നെയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇവിടെ ഐ കോസ് φ1 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു വലിയ ട്രയാങ്കിളാണ്. ഇത് നമ്മളൊരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്തൂടെ. വേണ്ടേ, ഐ കോസ് φ1 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു വലിയ ട്രയാങ്കിളാണ്. അത് ഈസ് ഈക്വൽ ടു ഐ ഡാഷ് കോസ് φ2, ഈ ഒരു ചെറിയൊരു ട്രയാങ്കിൾ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പവർ ഫാക്ടറിന് മുമ്പും ശേഷവുമുള്ള ആക്റ്റീവ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്.